കൂട്ടുകാരെ, ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രൂപ്പിലിട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നേ. ഇത് നമുക്കൊരു ടഫ് ലെവൽ RRB ക്ലർക്ക് പ്രിലിംസിനും അതുപോലെ ഒരു മോഡറേറ്റ് ലെവൽ IBPS PO പ്രിലിംസിനും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി കണ്ടാൽ മതി. ഓക്കെ. അപ്പോൾ എന്താ പറഞ്ഞേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ P എന്ന് പറയുന്ന എമൗണ്ട് നമ്മൾ സ്കീം Xൽ ഇട്ടിട്ടുണ്ട്. 20% 2 വർഷത്തേക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇതിൽ നിന്ന് കിട്ടിയ ടോട്ടൽ എമൗണ്ട് അതുപോലെ തന്നെ എടുത്ത് മറ്റൊരു സ്കീമിലിടും. ഓക്കെ, മറ്റൊരു സ്കീമിലിടും. അത് 5% 2 വർഷത്തേക്ക് SIയിലാണ് ഇടുന്നത്. രണ്ടാമത്തെ സ്കീമിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് ആദ്യത്തെ സ്കീമിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റിൻ്റെ എത്ര പെർസെൻറ്റേജാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കോണേ, നമുക്ക് ആദ്യത്തെ സ്കീമിൽ നിന്ന് കിട്ടിയതിൻ്റെ എത്ര പെർസെൻറ്റേജാണ് രണ്ടാമത്തെ സ്കീമിൽ നിന്ന് കിട്ടിയതെന്നല്ല ഇവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്കീമിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? P എന്ന് പറയുന്ന എമൗണ്ട് നമ്മൾ 20% പെർ ആനം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 2 വർഷത്തേക്കല്ല ഇട്ടേക്കുന്നത്. അപ്പോൾ 2 വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 20 + 20 + 20 20/100, അതായത് 44% നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്കീമിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്. ഇനി സെക്കൻഡ് സ്കീമിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് സ്കീമിൽ നിന്ന് കിട്ടിയ എമൗണ്ട്, ആദ്യത്തെ സ്കീമിൽ നമ്മൾ P ഇൻവെസ്റ്റ് ചെയ്തു 47% ഇൻട്രസ്റ്റ് അല്ലേ. അപ്പോൾ Pയുടെ 144% ആയിരിക്കും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട്. അതായത് ഫസ്റ്റ് സ്കീമിൽ നിന്ന് കിട്ടിയ എമൗണ്ട് ഇത്രയായിരിക്കും. ഇനി ഇത് നമ്മൾ 5% വെച്ച് 2 വർഷത്തേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിലല്ലേ ഇടുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ 10% ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടത്തില്ലേ. ഇതാണ് രണ്ടാമത്തെ സ്കീമിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്. ഇൻറ്റു 100 ചെയ്താൽ ഈ പറഞ്ഞ ആൻസറായി. ഓക്കെ, ഇത് വെട്ടി സോൾവ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. PB വെട്ടിപ്പോവും, പെർസെൻറ്റേജ് വെട്ടിപ്പോവും, ഈ 10% ഈ 100 വെട്ടിപ്പോവും. അപ്പോൾ 1440/44 എന്ന് വരത്തില്ലേ. പെട്ടെന്നൊരു 4 വെച്ചങ്ങ് വെട്ടിക്കഴിഞ്ഞാൽ ഇത് 11 ആവും. ഇത് 4 വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ എത്ര? 150 പകുതി. അത് 76 ഇത് 36 എന്ന് വരത്തില്ലേ. 360 / 11 ചെയ്ത ആൻസറാണ്. എത്ര രൂപ? 3 തവണ 33, വീണ്ടും 3 22. 32 പോയിൻ്റ് ആയിരിക്കും ആൻസർ. 32 പോയിൻ്റ് ഓരോ ഓപ്ഷനിലുള്ളൂ. അപ്പോൾ അതാണ് ആൻസർ. ഓക്കെ, അടുത്തതിനകത്തോട്ട് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് വീഡിയോ ഉണ്ടാവും മതി. എന്താ പറഞ്ഞിരിക്കുന്നത്? 2 സർക്കിളുണ്ട് X വൈയും. ഇവരുടെ റേഡിയസിൻ്റെ റേഷ്യോ എത്രയാണ്? 3:4. സർക്കംഫറൻസ് ഓഫ് സർക്കിൾ എക്സിൻ്റെയും അതുപോലെ സർക്കിൾ വൈയുടെ ഡയമീറ്ററിൻ്റെ സം എത്രയാണ്? 188 ആണ്. ഓക്കെ, റേഷ്യോ ഓഫ് സൈഡ് ഓഫ് എ സ്ക്വയർ ടു സം ഓഫ് റേഡിയസ് ഓഫ് സർക്കിൾ X ആൻഡ് Y 8:7. ഒരു സ്ക്വയറിൻ്റെ സൈഡും ഈ 2 റേഡിയസുകളുടെ സമ്മും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 8:7 അല്ലേ. റേഡിയസിൻ്റെ സം എടുക്കുമ്പോൾ ഓൾറെഡി 8 പാർട്ടല്ലേ. അപ്പോൾ നമുക്ക് സ്ക്വയറിൻ്റെ സൈഡ് 8 പാർട്ടാന്ന് എടുക്കാൻ പാടില്ല. അവിടെ നിന്ന് ആദ്യത്തെ റേഡിയസ് 3 പാർട്ട്, രണ്ടാമത്തെ റേഡിയസ് 4 പാർട്ട്, 2 റേഡിയസ് ആഡ് ചെയ്യുമ്പോൾ 7 പാർട്ട്. അപ്പോൾ 8 പാർട്ട് എന്തായിരിക്കും? സ്ക്വയറിൻ്റെ സൈഡ് ആയിരിക്കത്തില്ല. കണ്ടുപിടിക്കേണ്ടത് പെരിമീറ്റർ ഓഫ് സ്ക്വയർ. സ്ക്വയറിൻ്റെ പെരിമീറ്ററാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോറി, ക്വസ്റ്റ്യൻ മാർക്ക് ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, സ്ക്വയറിൻ്റെ പെരിമീറ്ററാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് 4 ഇൻറ്റു സൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ 4 ഇൻറ്റു ഒരു സൈഡ് 8 പാർട്ടല്ലേ. അപ്പോൾ 4 ഇൻറ്റു 8 32 പാർട്ടായിരിക്കും ആൻസർ. അതായത് നമുക്ക് 32 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറായിരിക്കും ആൻസർ അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ ആൻസറിൻ്റെ അത് 32 ഡിവൈഡ് ആവും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 32 ഡിവൈഡ് ആവുന്ന എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കും. ഒന്നേ ഉള്ളൂവെങ്കിൽ ആൻസർ അതായിരിക്കും. ഓക്കെ ആണോ? ഇതിനകത്ത് 200-ൽ 32 ഡിവൈഡ് ആവത്തില്ല. 208-ൽ 32 ഡിവൈഡ് ആവും. നോക്കി, 8 വെച്ച് വെട്ടിയാൽ 4, 8 ഇവിടെ വിട്ടു. 8 2 16, 8 × 6 47. ഇനി 26-ൽ 4 ഡിവൈഡ് ആവത്തില്ലല്ലോ. അപ്പോൾ ഇതും പറ്റത്തില്ല. അടുത്തത് 216 32 ഡിവൈഡ് ആവോ? ഇപ്പോൾ ഒരു 8 വെച്ച് 4 വെച്ച് വിട്ടെങ്കിൽ ഇവിടെ 8 വരും. 4 വെച്ച് വെട്ടി 5, 54 വരും. 54 8 ഡിവൈഡ് ആവത്തില്ല. അപ്പോൾ ഇതുമല്ല. 227 ഡിവൈഡ് ആവും. നോക്കി, 227/8 8 32. 227-ൽ 32, 8 വെച്ച് വെട്ടിയാൽ 4, 8 വെച്ച് വെട്ടിയാൽ 8 × 16, പിന്നെ 6, 8 × 8 24. 28-നെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ 7 എന്ന് വരുമല്ലോ. അപ്പോൾ ഇതിനകത്ത് 8 ഡിവൈഡ് 32 ഡിവൈഡ് ആവും. 232 ഡിവൈഡ് ആവും. 232. 224-ൽ ഡിവൈഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡിവൈഡ് ആവുന്നത് 32. 356-ലല്ലേ ഡിവൈഡ് ആവത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഡിവൈഡ് ആവത്തില്ല. അപ്പോൾ ഈ 32 എന്ന് പറയുന്ന സംഭവം ഡിവൈഡ് ആവുന്ന ഒരേ ഒരു നമ്പറേ ഉള്ളൂ. എത്രയാണ്? 224. അതുകൊണ്ട് ആൻസർ ഉറപ്പായിട്ടും അതായിരിക്കും. ഓക്കെ ആണോ? നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ ഇട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഓപ്ഷൻ ഇട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ തൽക്കാലത്തേക്ക് മാർക്ക് ചെയ്ത് വയ്ക്കും. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ടേ ചെയ്യത്തുള്ളൂ.
ഓക്കെ ആണോ? എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പോൾ ഇക്വേഷൻസ് ഒക്കെ എഴുതി റിലേഷൻ ചെയ്ത് എഴുതി പോകേണ്ടി വരും അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഇട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആൻസർ അപ്പം തന്നെ കിട്ടും, അല്ലെങ്കിൽ എഴുതി ചെയ്യാൻ ഒരുപാട് സമയം എടുക്കത്തില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സാം ഹോളിലിരിക്കും ഈ ക്വസ്റ്റൻ തൽക്കാലം മാർക്ക് ചെയ്തിട്ട് പിന്നെ അടുത്തതിനകത്ത് ഇട്ടു. ഇതിപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് നമുക്ക് ഓപ്ഷൻ ഇട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? നമ്മളെങ്ങനെ ഓപ്ഷൻ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്നോടെ പറയാം. നമുക്കിവിടുന്ന് സൈഡിൻ്റെ സ്ക്വയറിൻ്റെ സൈഡ് എത്രയാണെന്ന് കിട്ടിയായിരുന്നു? 8 പാർട്ടല്ലേ? അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 8 × 4 32 പാർട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞ് കിടക്കുന്ന ആൻസറിനകത്ത് 32 ഡിവൈഡ് ആവണം. ഓക്കെ ആണോ? 32 ഡിവൈഡ് ആവുന്ന ഒരേ ഒരു ആൻസറേ ഉള്ളൂ, 224. അതുകൊണ്ട് ഉറപ്പായിട്ടും അതായിരിക്കും ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോകും. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ പോസ് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം ബാക്കി വീഡിയോ ഉണ്ടാവുന്നത്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു എത്ര എമൗണ്ട് എടുത്തിട്ട് 6% സിമ്പിളസ്റ്റ് എടുക്കുക. എത്ര നാളത്തേക്ക്? 8 വർഷത്തേക്ക്. സെയിം എമൗണ്ട് 6+4% സെയിം ടൈമിൽ നമ്മൾ വൈയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ വൈന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് ആദ്യത്തേന്ന് കിട്ടിയതിനേക്കാളും 1152 കൂടുതലാണെന്ന് പറഞ്ഞേക്കുന്നത്. രണ്ടും സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ? രണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ്. പ്രിൻസിപ്പൽ സെയിം ആണ്, നമ്പർ ഓഫ് ഇയേഴ്സ് സെയിം ആണ്, റേറ്റിൽ മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. ആദ്യത്തെ സ്കീമിൽ 8 വർഷത്തേക്ക് 6%, പിന്നെ 8 വർഷത്തേക്ക് 6+4% അല്ലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്കീമിലെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പലിൻ്റെ ഒരു 4% വെച്ച് 8 വർഷം നമുക്ക് എക്സ്ട്രാ കിട്ടത്തില്ലേ? അങ്ങനെ എക്സ്ട്രാ കിട്ടിയ ഇൻട്രസ്റ്റ് ആണ് 1152. ഇത് സോൾവ് ചെയ്താൽ P കിട്ടും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും? 8 വെട്ടിക്കഴിഞ്ഞാൽ ഒരൊട്ടെട്ട് 3, അപ്പോൾ 4 × 32, പിന്നെ ഒരു 3, 4 × 32. 154-നെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 2 പകുതി വയ്ക്കാൻ പോരെ, 72 36 കിട്ടത്തില്ലേ? പോസിറ്റീവ് കൂടെ ഇടുമ്പോഴത്തേനും 3600 കിട്ടും ആൻസർ. ഓക്കെ, ഇൻവെസ്റ്റ് ചെയ്ത പ്രിൻസിപ്പൽ സെയിം ആണ്, നമ്പർ ഓഫ് ഫീസ് സെയിം ആണ്, റേറ്റിൽ മാത്രം വ്യത്യാസം. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എക്സ്ട്രാ ഉള്ള റേറ്റ് അത്രയും വർഷത്തേക്ക്, അങ്ങനെ എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും എക്സ്ട്രാ കിട്ടിയ ഇൻട്രസ്റ്റ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ പോസ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ബാക്കിയാണ് കാണാവുള്ളൂ. ബോട്ട് ഡൗൺ സ്ട്രീമിൽ 22.4 കിലോമീറ്റർ പോകും 42 മിനിറ്റ് കൊണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. സ്പീഡ് ഓഫ് ദ സ്ട്രീം 40% ഓഫ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ആണ്. അതായത് സ്ട്രീമിൻ്റെ സ്പീഡ് ബോട്ടിൻ്റെ സ്പീഡിൻ്റെ 40%. 40% എന്ന് പറഞ്ഞാൽ 2/5. അപ്പോൾ ബോട്ട് 5 ആണെങ്കിൽ സ്ട്രീം 2 ആയിരിക്കും. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ബോട്ട് 57 അപ്പ് സ്ട്രീം പോകാൻ എടുക്കുന്ന സമയവും 210 ഡൗൺ സ്ട്രീം പോകാൻ എടുക്കുന്ന ടൈം തമ്മിലുള്ള റേഷ്യോ അല്ലേ വേണ്ടത്. ഓക്കെ, റേഷ്യോ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമുക്കത് ബെനിഫിറ്റാണ്, കാരണം എക്സാക്ട് വാല്യൂസിൻ്റെ ആവശ്യമില്ല അല്ലേ. അപ്പോൾ നോക്കിക്കോണേ, ബോട്ടിൻ്റെ സ്പീഡ് 5 പാർട്ട്, സ്ട്രീമിൻ്റെ സ്പീഡ് 2 പാർട്ട്. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡ് 7 പാർട്ടും അപ്പ് സ്ട്രീം സ്പീഡ് 3 പാർട്ടും ആയിരിക്കത്തില്ലേ. ഇനി 57 നമുക്ക് ഡൗൺ സ്ട്രീം പോകണം, ഡിവൈഡഡ് ബൈ 210 നമുക്ക് അപ്പ് സ്ട്രീമിൽ പോകണം. 54 അപ്പ് സ്ട്രീമിൽ പോകണം, 210 നമുക്ക് ഡൗൺ സ്ട്രീമിൽ പോകണം. 57 ഡിവൈഡഡ് ബൈ അപ്പ് സ്ട്രീം സ്പീഡ് നമ്മുടെ കയ്യിലുണ്ട് 3 പാർട്ട്, 210 ഡിവൈഡഡ് ബൈ ഡൗൺ സ്ട്രീം സ്പീഡ് നമ്മുടെ കയ്യിലുണ്ട് 7 പാർട്ട്. രണ്ടിടത്തെയും പാർട്ട് പോയത്തില്ലേ. ഓക്കെ, അപ്പോൾ സംഭവം സിമ്പിളായില്ലേ. 57/3 നമുക്ക് 18 കിട്ടത്തില്ലേ. 210/7 നമുക്ക് 30 കിട്ടത്തില്ലേ. 6 വെച്ച് കിട്ടിയാൽ 3/5 കിട്ടത്തില്ല ആൻസർ. ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ. റേഷ്യോ ചോദിക്കുകയാണെങ്കിൽ നമുക്കത് ബെനിഫിറ്റാണ്, കാരണം അധികം ഒന്നും കാൽക്കുലേഷൻ ചെയ്യേണ്ട വരത്തില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോകാം. ഇത് നിങ്ങൾ പോസ് ചെയ്ത് വയ്ക്കുക, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടേ ബാക്കി കാണാവുള്ളൂ. ഓക്കെ, റേഷ്യോ ഓഫ് CP ഒരു പെന്നിൻ്റെ പെൻസിലിൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട്. രണ്ടും മാർക്ക് ചെയ്യുന്നത് 20% മേളിൽ, എന്നിട്ട് 10% ഡിസ്കൗണ്ട് കൊടുക്കും. 20% മേളിൽ മാർക്ക് ചെയ്തിട്ട് 10% ഡിസ്കൗണ്ട് കൊടുക്കത്തേനും നെറ്റ് പെർസെൻറ്റേജ് ഇങ്ങനെ വരത്തില്ലേ. 20 കൂട്ടി 10 കുറച്ചു, അപ്പോൾ x + y + xy/100 ആ ഇക്വേഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അപ്പോൾ ആൻസർ എത്ര കിട്ടും? 10 - 2 8% കിട്ടത്തില്ലേ. അതായത് കോസ്റ്റിനേക്കാളും കോസ്റ്റിൻ്റെ 8% നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടും, അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി എന്താ കിട്ടിയേക്കുക? നമുക്ക് ഒരു പേനയും ഒരു പെൻസിലും വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം 2.8 ആണ്. ഓക്കെ, ഒരു പെന്നും ഒരു പെൻസിലും വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് 2.8 ആണ്. ഒരു പേനയുടെയും ഒരു പെൻസിലിൻ്റെയും കോസ്റ്റ് പ്രൈസിൻ്റെ 8% ആയിരിക്കും നമ്മുടെ ലാഭം, അതെത്രയാണ്? 2.8. ഓക്കെ, അപ്പോൾ ഒരു പേനയുടെയും ഒരു പെൻസിലിൻ്റെയും കോസ്റ്റ് പ്രൈസിൻ്റെ സം എന്ന് പറയുന്നത് ഇത് അപ്പുറത്തോട്ടുണ്ടെങ്കിൽ സോൾവ് ചെയ്താൽ പോരെ, 280 ഡിവൈഡഡ് ബൈ 8.
അത് വെട്ടിക്കഴിഞ്ഞാൽ 4 × 8 3 24 പിന്നെ 4 5 35 എന്ന് കിട്ടും. ഒരു പേനയുടെ പെൻസിലിൻ്റെയും കോസ്റ്റ് പ്രൈസിൻ്റെ സമ്മ് 35 രൂപയാണ്. നമുക്ക് ഇതിൻ്റെ റേഷ്യോ ഉണ്ട് 3:4. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 35 രൂപ വരുന്നത്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 7 പാർട്ട് 35, അപ്പോൾ ഒരു പാർട്ട് 5. അപ്പോൾ ഇതെത്രയാണ്? ഇത് 15, ഇതെത്രയാണ്? 20. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു പെന്നിൻ്റെ കോസ്റ്റ് പ്രൈസാണ്. പെന്നിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 15 രൂപ. ഓക്കെ ആണോ? 15 രൂപയാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ അതായത് പെൻസിലും പേനയും രണ്ടും ഒരുമിച്ചാണ് 20% മേളിൽ മാർക്ക് ചെയ്യുന്നത്. രണ്ടും ഒരുമിച്ചെന്നല്ല, രണ്ടും മാർക്ക് ചെയ്യുന്ന 20% മേളിൽ, രണ്ടിനും 10% ഡിസ്കൗണ്ട് കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ രണ്ടും ഒരുമിച്ചെടുത്തങ്ങ് ചെയ്തത്. ഓക്കെ ആണോ? ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടേ. യെസ്, ഇതും കൂടെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇതെന്തായാലും ഒരു പൊടിക്ക് ടൈം എടുക്കുവേ. എന്തായാലും നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ച് നോക്കുക, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് വീഡിയോ വയ്ക്കേണ്ടത്. ഓക്കെ, നമുക്കിത് വേണമെങ്കിൽ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഇട്ട് ചെയ്യാം. പക്ഷേ ഓപ്ഷൻ ഇട്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ ഇടാത്തത്. അതായത് നമ്മൾ കുറച്ച് എമൗണ്ട് സിമ്പിൾ നെസ്റ്റിലിട്ടു, കുറച്ച് എമൗണ്ട് കോമ്പൗണ്ട് നെസ്റ്റിലിട്ടു, കുറച്ച് എമൗണ്ട് നമ്മൾ സിമ്പിൾ നെസ്റ്റിലിട്ടു. ഓക്കെ, കോമ്പൗണ്ട് നെസ്റ്റിൽ നമ്മൾ ഇട്ടത് എത്ര പെർസെൻറ്റേജിലാണ്? 15% വെച്ച് 2 വർഷം. 15% വെച്ച് 2 വർഷം എന്ന് പറഞ്ഞാൽ മൊത്തം എത്ര റേറ്റ് കിട്ടും? 15 + 15 + 15 × 15/100, അതായത് 30 + 2.25, അതായത് നമുക്ക് 32.25% ഈ 2 വർഷം കൊണ്ട് കിട്ടും. സിമ്പിൾ നെസ്റ്റിൽ ഇടുന്നത് 12% വെച്ച് 2 വർഷം, അപ്പോൾ എത്ര ശതമാനം കിട്ടും? 27% കിട്ടും. ഓക്കെ, 47,000-ൻ്റെ ഒരു പാർട്ടാണ് CAയിലിട്ടത്, ഒരു പാർട്ടാണ് SIയിലിട്ടത്. കമ്പൈൻ ചെയ്യുമ്പോൾ ഉള്ള റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അലിഗേഷൻ ചെയ്യാമായിരുന്നു. പക്ഷേ ഇതാണ് നടക്കത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, X ആണ് CAയിലിട്ടത്, Y ആണ് SIയിലിട്ടത്, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 47,000 കിട്ടും. ഓക്കെ, ഇനി Xൻ്റെ 32.25%, അതുപോലെ Yയുടെ 24%. ഇതാണ് കിട്ടിയ കോമ്പൗണ്ട് ടെസ്റ്റ്, ഇതാണ് കിട്ടിയ സിമ്പിൾ ടെസ്റ്റ്. ഇവരുടെ വ്യത്യാസം എത്രയും തന്നിട്ടുണ്ട്? 532.5. ഓക്കെ, മാച്ചപ്പോൾ കുറേ അങ്ങ് മാഞ്ഞു പോയി. Xൻ്റെ 32.25%, Yയുടെ 24% നമ്മളെ വ്യത്യാസമാണ് 532.5. ഇത് റീഅറേഞ്ച് ചെയ്ത് സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ എന്തായാലും കുറച്ച് ടൈം എടുക്കും. എക്സാമിന് ഈ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? മാർക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ ചെയ്യത്തുള്ളൂ. ഓക്കെ ആണോ? ഇതെങ്ങനെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോമ്പൗണ്ട് ടെസ്റ്റിലിട്ട് ഇൻവെസ്റ്റ് ചെയ്ത പൈസയല്ലേ വേണ്ടത്, അത് X അല്ലേ. അപ്പോൾ ഇതിനകത്ത് Xന് സോൾവ് ചെയ്താൽ മതി. Y അങ്ങ് സെയിം ആക്കും. ഇവിടെ 24% വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, ഇവിടെ 24% വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, ഇവിടെ 24% വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 2 ടൈം ആഡ് ചെയ്ത് കിട്ടും അല്ലേ. അപ്പോൾ Xൻ്റെ 56.25% ഇതും മൈനസ് ആയി പോവും, ഈക്വൽ ടു 47,000 24% കണ്ടുപിടിക്കണ്ടേ. അതിനോട് നമുക്ക് 47-ഉം 24-ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 28 2 2 16 14 32 32 3 8 3 11 1128. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 11280 എന്ന് വരും. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണ്ടേ. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് അവസാനം 0.5 വരും. പിന്നെ 8 2 10 ശിഷ്ടം 1, 3 5 1 6, പിന്നെ 16. ഒരു സെക്കൻഡേ, തെറ്റിപ്പോയി. 11280 കൂടെ 532.5 ആഡ് ചെയ്യണം. അപ്പോൾ അവസാനം ഒരു 0.5, 2 8 3 11 1 8 1 11812.5 എന്നൊരു ആഡ് ചെയ്യുമ്പോൾ. ഓക്കെ, അത് ആഡ് ചെയ്തപ്പോൾ തെറ്റിപ്പോയി. ഓക്കെ, ഇനി ഇതങ്ങ് സോൾവ് ചെയ്താൽ പോരെ. Xൻ്റെ 56.25% ഈക്വൽ ടു 11812.5 എന്ന് വരും. ഈ 56.25% പെട്ടെന്ന് ഫ്രാക്ഷൻ ആക്കുക. എങ്ങനെ? ഇത് 50%, ഓക്കെ, ഈ സാധനം 50% പ്ലസ് 6.25% അല്ലേ. 50% ഫ്രാക്ഷൻ 1/2. 6.25% ഫ്രാക്ഷൻ എത്ര? 12.5 1/8. അപ്പോൾ ഇത് 1/16 ആണ്. ആഡ് ചെയ്യുമ്പോഴത്തേനും 18/2 × 16, അതായത് 9/16 എന്ന് വരും. അതായത് X × 9/16 is equal to 11812.5 എന്ന് വരും. ഇത് സോൾവ് ചെയ്ത് X കണ്ടുപിടിച്ച ആൻസർ. ഓക്കെ, നമുക്കത് 9 വെച്ചങ്ങ് ഡിവൈഡ് ചെയ്യാം. 9 ഒരു തവണ 2, മുമ്പ് 27, 1 പിന്നെ 2, 9 2 18 4. ഇനി 1312
0.5 ഇൻറ്റു 16 ചെയ്ത ആൻസറാണ്. ഓക്കെ, 1312.5 ഇൻറ്റു 60. ഇവിടെ ആദ്യം ഒരു 10 വെച്ചും ഡിവൈഡ് ചെയ്താൽ കുറേ സാധനങ്ങൾ വെട്ടിപ്പോകത്തില്ലേ. ഇവിടെ 2 വെച്ച് വെട്ടിയിട്ട് ഇവിടെ 5 വെട്ടിക്കഴിഞ്ഞാൽ 2 10, 6 30, 2 5. ഇത് ഇൻറ്റു 8 മൾട്ടിപ്പിൾ ആൻസറാണ്. 42 40 ശിഷ്ടം 4, 16 4 2, 48 2 50, 5 16 5 21. 21,000 സോൾവ് ചെയ്യുമ്പോൾ. ഓക്കെ ആണോ? എന്തായാലും പൊടിക്ക് ടൈം എടുക്കും. അപ്പോൾ നിങ്ങളിത് എക്സാമിന് ഒരുപാട് എന്ത് ചെയ്തോളൂ, ലാസ്റ്റ് ചെയ്തോളൂ. എങ്ങനെ ചെയ്തെന്ന് മനസ്സിലാവില്ല അവർക്കും. ഇത് ഓപ്ഷൻ ഇട്ടാലും നമുക്ക് കിട്ടും. പക്ഷേ ഓപ്ഷൻ ഇടുമ്പോൾ ഇത്രയും വലിയ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ യൂസ് ചെയ്യാത്തത്. ഒരു അലിഗേഷൻ ഇടാൻ നമുക്ക് നെറ്റ് പേഴ്സൻറ്റേജ് അവിടെ ഇല്ല. 2 കേസിൽ ഇൻട്രസ്റ്റുള്ള വ്യത്യാസമാണ് കാര്യമുള്ളത്. അതുകൊണ്ടാണ് നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ ആണോ? അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി RRB ക്ലർക്ക് എക്സാം ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ പരിചയത്തിലുള്ളവർക്കൊക്കെ 17-ാം തീയതി അങ്ങനെ എന്താണ് ഡേറ്റ് വന്നേക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങളുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡെയിലി മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഡൗട്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ കൊണ്ട് ചോദിക്കുക. ഓക്കെ, ഇനി ഗ്രൂപ്പിൽ നമ്മളിടുന്ന MCQs മാക്സിമം ട്രൈ ചെയ്താൽ നോക്കുക. അതിൻ്റെ സൊല്യൂഷൻസ് പറ്റുമെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. മറ്റൊരു വീഡിയോ കാണാം.